നാരായണവർമ്മ തമ്പുരാൻ. അദ്ദേഹം ആ ദർശനം പൂർത്തിയാക്കി അയ്യപ്പനോട് യാത്ര പറഞ്ഞ് ആ 18-ാം പടി ഇറങ്ങുന്ന ദൃശ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ തയ്യാറെടുപ്പുകളും, എല്ലാ ക്രമീകരണങ്ങളും, അതാ 18-ാം പടിക്ക് മുകളിൽ ആ ഉപചാരപൂർവ്വമുള്ള ഉടവാൾ അത് എത്തിച്ചിരിക്കുകയാണ്. എന്നുള്ള ഒരു മന്ത്രം ധ്വനികളാൽ മുഖരിതമാകുന്ന അന്തരീക്ഷത്തിലേക്ക്, ആ ഭഗവാന്റെ പൊന്നു സന്നിധാനത്തേക്ക് ആ തിരുനട അടച്ചുകൊണ്ട് രാജപ്രതിനിധി ഇറങ്ങുന്ന ആ വൈകാരികമായുള്ള ചടങ്ങിന് ശബരിമല സന്നിധാനം ഒന്നാകെ ഇങ്ങനെ സാക്ഷി വഹിക്കുകയാണ്. എത്ര മനോഹരമായുള്ള ഒരു മണ്ഡലകാലം, ഭഗവാൻ കരിഞ്ഞനുഗ്രഹിച്ചു നൽകിയ ആ ഒരു മണ്ഡലകാലം, ആ മണ്ഡലകാലത്തിന് പൂർണ്ണ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ആ രാജപ്രതിനിധി പടിയിറങ്ങുന്ന ഏറ്റവും മനോഹരമായുള്ള ഒരു വലിയ നിയോഗമാണ് അദ്ദേഹത്തെ കാത്തിരുന്നത്. ആ വലിയ നിയോഗം പൂർത്തിയാക്കിക്കൊണ്ട് രാജപ്രതിനിധിയായി PN നാരായണവർമ്മ ഭഗവാന്റെ ഓരോ പടികളിൽ ചവിട്ടി താഴേക്ക് ഇറങ്ങുകയാണ്. പൊന്നു 18-ാം പടിയെ തൊട്ട് തലയിൽ വെച്ചുകൊണ്ട്, ആ പൊന്നു 18-ാം പടിയെ തൊട്ട് തൊഴുതുകൊണ്ട് ആ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിന്നും ആചാരപരമായ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി ഈ താഴേക്ക് ഇറങ്ങുന്ന ആ മനോഹരമായുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തിസാന്ദ്രമായുള്ളൊരു അന്തരീക്ഷത്തിലേക്ക്, ഏറെ വൈകാരികമായുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ കിടക്കുകയാണ്.